ബോളിവുഡ് നടനും സംവിധായകനുമായ മുതിർന്ന ചലച്ചിത്രകാരൻ മനോജ് കുമാർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദേശസ്നേഹം പ്രമേയമാക്കിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് മനോജ് കുമാർ. 1937 ജൂലൈ 24-നായിരുന്നു ജനനം. ഹരികൃഷ്ണൻ ഗോസ്വാമി എന്നായിരുന്നു യഥാർത്ഥ പേര്. 1957 ഫാഷൻ എന്ന ചിത്രത്തിലൂടെയാണ് മനോജ് കുമാർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. ഉപകാർ, പുരബ് ഓർ പശ്ചിം, ക്രാന്തി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ അദ്ദേഹത്തിന് ഭരത് കുമാർ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. മേരാ നാം ജോക്കർ, ഷഹീദ്, കാഞ്ച് കി ഗുഡിയ, ഗുനാം എന്നിവ അദ്ദേഹത്തിന്റെ മറ്റു പ്രശസ്ത ചിത്രങ്ങളാണ്. 1972 ഷോർ എന്ന ചിത്രം സംവിധാനം ചെയ്ത് അഭിനയിച്ചിരുന്നു. രാജ് ഖോസ്ലയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വോ കോൻ ഥി എന്ന ത്രില്ലർ സിനിമ വൻ വിജയമായതോടെ രാജ്യമൊട്ടാകെ പ്രശസ്തി നേടി. നടനും സംവിധായകനും എന്നതിനു പുറമെ തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, എഡിറ്റർ എന്നീ നിലകളിലും മനോജ് കുമാർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1992 പത്മശ്രീയും 2015 ദാദാസാഹിബ് പുരസ്കാരവും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഒരു തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 7 തവണ ഫിലിം ഫെയർ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിഹാസ നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ മനോജ് കുമാറിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സിനിമയിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു മനോജ് കുമാർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എക്സിൽ കുറിച്ചു. അദ്ദേഹം അഭിനയിച്ച ദേശീയ നായകന്മാരുടെയും സൈനികരുടെയും കർഷകരുടെയും ജീവസുറ്റ കഥാപാത്രങ്ങൾ ആസ്വാദക മനസ്സിൽ എന്നും മായില്ലെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശസ്നേഹത്തിന്റെ പേരിൽ എക്കാലവും മനോജ് കുമാർ ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.